ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ടാമത്തെ ടെസ്റ്റ് SSC ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊളംബോയിൽ നടക്കും. ഇന്ത്യക്ക് ഈ ടെസ്റ്റ് സീരീസ് ജയിച്ചാലേ കഴിയത്തുള്ളൂ. കൊളംബോയിൽ നടക്കുന്ന കളി ഇന്ത്യക്ക് ജയിച്ചാലേ കഴിയത്തുള്ളൂ. WTC ഫൈനൽ ഇന്ത്യക്ക് കളിക്കണമോ ഇനിയുള്ള എല്ലാ ടെസ്റ്റും ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. ഇനി ഇന്ത്യയുടെ മുമ്പിലുള്ള വെല്ലുവിളി ഞായറാഴ്ച നടക്കുന്ന ടെസ്റ്റ്, അത് കഴിഞ്ഞ് 2 ടെസ്റ്റ് ന്യൂസിലൻഡിൽ നടക്കുന്നുണ്ട്. സോ ഈ 3 ടെസ്റ്റും ഇന്ത്യക്ക് ജയിച്ചാലേ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യയുടെ വരുന്ന ടെസ്റ്റുകളെല്ലാം ഒരു ഡെഡ് റബ്ബർ ആയിട്ട് മാറും. സോ വളരെ നിർണായകമായിട്ടുള്ളൊരു മത്സരം ഇന്ത്യക്ക്. ഇന്ത്യ ഇവിടെ ഫ്രണ്ട് സീറ്റിലാണ്. ഇപ്പോൾ ശ്രീലങ്ക നോക്കുവാണെങ്കിൽ ബാക്ക് സീറ്റിലാണ്. ഇന്ത്യൻ ടീമിൽ കാര്യങ്ങളൊക്കെ ഒരുവിധം ശരിയാണ്. ബാറ്റിംഗ് ലൈനപ്പ് ക്ലിക്ക് ആവുന്നുണ്ട്, ഇന്ത്യയുടെ സ്പിന്നർമാർ വിക്കറ്റ് എടുക്കുന്നുണ്ട്, ഇന്ത്യയുടെ പേസ് ബോളർമാർ വിക്കറ്റ് എടുക്കുന്നുണ്ട്. സോ ഇന്ത്യ ഏകദേശം ഒരുവിധമുള്ള ബോക്സ് എല്ലാം ഇന്ത്യ ടിക്ക് ചെയ്തു. പക്ഷേ ശ്രീലങ്കയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. 3 പ്ലേയേഴ്സ് ഇഞ്ചുറി ആയിട്ട് പുറത്തായി. ദിനേഷ് ചന്ദിമൽ ടീമിലുണ്ടായിരുന്നു, റൂൾ ഔട്ടായി. പുതിയ പകരക്കാരനെ കണ്ടെത്തി. കുഷാൽ മെൻഡീസ് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു, തിരിച്ചു വരുന്നില്ല. പതും നിസംഗയും തിരിച്ചു വരുന്നില്ല. സോ 3 പ്ലെയർ, അവരുടെ നിർണായകമായിട്ടുള്ള അവരുടെ ടോപ്പ് ഓർഡറിലെ 3 പ്ലേയേഴ്സ് പുറത്താണ്. അത് അവർക്കൊരു അടിയാണ്. അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് അത്ര സ്ട്രോങ് അല്ല. നമുക്ക് അവരുടെ വിക്കറ്റ് ഏർലി ഓൺ എടുക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ സ്പിന്നർമാർ ഒരു ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള സൈഡാണ്. ഇന്ത്യയുടെ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്പിന്നർമാരും അവരുടെ ലൈനപ്പിൽ കാണാൻ കഴിയുന്നില്ല. സോ അവർ ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ ഇറക്കി പകരക്കാരെ കണ്ടെത്തി 2 ലെഫ്റ്റ് ഹാൻഡർമാരെയാണ് അവർ ടീമിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയുടെ ഒരു ദൗർബല്യം മനസ്സിലാക്കിയിട്ട് ഒരു ഓഫ് സ്പിന്ന് നമുക്ക് കുറവാണ്, ഒരു ഓഫ് ബ്രേക്ക് ബോളർ കുറവാണ്. അതിന് പകരമായിട്ട് ഒരു 2 ലെഫ്റ്റ് ഹാൻഡർമാരെ അവർ ടീമിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൾറെഡി 3 ലെഫ്റ്റ് ഹാൻഡർമാർ പ്ലേയിങ് ഇലവനകത്ത് ഉണ്ടായിരുന്നു ആദ്യത്തെ ടെസ്റ്റിനകത്ത്. സോ ഇനി എത്ര പേരെയും കൂടെ അവർ ആഡ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. സോ അവർ സ്ട്രാറ്റജി പരമായിട്ട്, ഒരു ടാക്ടിക്സ് പരമായിട്ട് മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ പുറത്തേക്ക് വരുന്ന പിച്ച് റിപ്പോർട്ട് ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു പിച്ച് ഒരുക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം ശ്രീലങ്കയുടെ ഒരു പിച്ചസ് ആദ്യത്തെ ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേന് സ്പിൻ അനുകൂലമായിട്ട് മാറും. എന്നാൽ പഴയ കാലങ്ങളിൽ 2000-ലൊക്കെ അവിടുത്തെ പിച്ച് പരിശോധിച്ചാൽ 952 റൺസ് എടുത്തിട്ടുണ്ട് ശ്രീലങ്ക ഇന്ത്യക്കെതിരെ. ആ ടെസ്റ്റൊക്കെ ഡ്രോ ആക്കിയിട്ടുണ്ട്. പിന്നെ 700 റൺസ് 600 റൺസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. സോ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചുകളൊക്കെ ശ്രീലങ്കയ്ക്കകത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. മാച്ചസ് ഒക്കെ ഒരുപാട് ഡ്രോ ആയിട്ടുണ്ട്. ശ്രീലങ്ക അല്പം ഭയപ്പെട്ടു. ഇന്ത്യയുടെ സ്പിന്നർമാരുടെ മേളിൽ അല്പം ഭയം ശ്രീലങ്കയ്ക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ശ്രീലങ്കയ്ക്ക് ഈ ടെസ്റ്റ് തോൽക്കാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. ഈ ടെസ്റ്റ് അവർക്ക് ജയിക്കണമെങ്കിൽ അല്പം ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ച് ഒരുക്കണം. ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് വലിയ റോൾ പിച്ചിൽ ഉണ്ടാകാൻ പാടില്ല. സോ 5 ദിവസം കളി നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കാം ഞായറാഴ്ച ഒരുക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു. ബോളർമാരെ കഴിവുകൊണ്ട് വിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ പേസ് ബോളർമാർക്ക് അല്പവും കൂടെ പ്രാധാന്യം കിട്ടുന്ന ഒരു പിച്ചിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്നാൽ സമീപകാല പിച്ച് റിപ്പോർട്ട് പരിശോധിച്ചാൽ ഫസ്റ്റ് ഡേ അവിടുത്തെ സ്കോർ 354 ആവറേജ് സ്കോർ. സെക്കൻഡ് ഡേ അവിടുത്തെ ആവറേജ് സ്കോർ 324. തേർഡ് ഡേ അവിടുത്തെ ആവറേജ് സ്കോർ 272. ഫോർത്ത് ഡേ അവിടുത്തെ ഒരു ആവറേജ് സ്കോർ 180. സോ അങ്ങനെ സ്കോർ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പൊതുവെ 2 ദിവസം ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചും 3-ാമത്തെ ദിവസം തൊട്ട് സ്പിന്നർമാർക്ക് ഗ്രിഫ്റ്റും ടേണും ഡ്രിഫ്റ്റും ഒക്കെ കിട്ടുന്ന ബോൾ ടേൺ ചെയ്യുന്ന ഒരു പിച്ചാണ്. നമുക്കറിയാം ശ്രീലങ്കയുടെ ഒരു സ്ലോ ആയിട്ടുള്ളൊരു പിച്ചാണ്. ഇന്ത്യയുടെ കൂട്ടത്തുള്ളൊരു ക്വിക്കായിട്ടുള്ളൊരു ടേൺ ശ്രീലങ്ക പിച്ച് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സോ കൂടുതലും സ്ലോ ത്രൂ ദെയറാണ്. അപ്പം സ്പിന്നർമാർക്ക് അല്പം കൂടെ ബോൾ ക്വിക്കായിട്ട് ബോൾ എറിയേണ്ടതായിട്ട് വരും. രവീന്ദ്ര ജഡേജയും മാനവ് സുധാറും ഒക്കെ എറിയുന്നതായിട്ട് കണ്ടു. അവിടെ വന്നു വലിയ ക്വിക്കായിട്ട് ബോൾ ചെയ്യുന്നതായിട്ട് കണ്ടു. പക്ഷെ കുൽദീപ് യാദവ് അവിടെ 78, 79 സ്പീഡിൽ ബോൾ ചെയ്തപ്പോഴത്തേന് വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. സോ സ്പിന്നിനെ തുണയ്ക്കുമെങ്കിലും ഒരു സ്ലോ ആയിട്ടുള്ളൊരു പിച്ചായിരിക്കും. ബോളർമാർ അല്പം കൂടെ ക്വിക്കായിട്ട് ബോൾ ചെയ്താലേ അവിടെ ഡ്രിഫ്റ്റും ടേണും ബ്രേക്കും ഒക്കെ ബോളിന് കിട്ടത്തുള്ളൂ. സ്പിന്നർമാർക്ക് ഇവിടെ 52% വിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പേസ് ബോളർമാർ ഒട്ടും പുറകിലല്ല. 47% വിക്കറ്റ് പേസ് ബോളർമാർക്കും കിട്ടിയിട്ടുണ്ട്. അതായത് ന്യൂ ബോളിനകത്ത് ലാറ്ററൽ മൂവ്മെന്റ് കൊണ്ടുവരാൻ, സൈഡ് വേസ് മൂവ്മെന്റ് കൊണ്ടുവരാൻ ആ പേസ് ബോളർമാർക്ക് കഴിയാവുന്ന ഒരു പിച്ചാണ്. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സർഫസാണ്, അത്ര ബൗൺസ് കിട്ടുന്ന ഒരു സർഫസാണ്. സോ ന്യൂ ബോളിനകത്തും ഓൾഡ് ബോളിനകത്തും പേസ് ബോളർമാർക്കും ഈ പിച്ചിനകത്ത് വിക്കറ്റ് എടുക്കാൻ കഴിയും. നോർമലി സ്പിൻ ബോളർമാർക്കും ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പിച്ചാണ്. ഇവിടുത്തെ ലാസ്റ്റ് 5 കളിയിലെ ടോസിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ 3 വട്ടം ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം ജയിച്ചിട്ടുണ്ടെങ്കിൽ 2 വട്ടം സെക്കൻഡ് ബാറ്റ് ചെയ്ത ടീം ജയിച്ചിട്ടുണ്ട്. ടോസ് കിട്ടുക, ബാറ്റ് ചെയ്യുക, ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്കോർ ബോളിലോട്ട് വെക്കുക, 2 വട്ടം ബോൾ ചെയ്ത് എതിർ ടീമിനെ ഓൾ ഔട്ട് ആക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് പൊതുവെ ഇവിടെ കണ്ടുവരാറുള്ളത്. ഇനി ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് ഇലവനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ? ഒരു വിന്നിംഗ് കോമ്പിനേഷൻ പൊട്ടിച്ചിട്ട് ഒരു എക്സ്ട്രാ സ്പിന്നറെ ഇന്ത്യ ആഡ് ചെയ്യുമെന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇന്ന് അവിടുന്നുള്ള നെറ്റ് റിപ്പോർട്ടൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ഹിന്ദി മീഡിയാസ് ഒക്കെ പുറത്തേക്ക് വിടുന്നത് സരാൻഷ് ജെയിൻ പ്രാക്ടീസ് സെഷനകത്ത് കാണാൻ കഴിഞ്ഞു, കുൽദീപ് യാദവും KL രാഹുലും പ്രാക്ടീസ് സെഷന് വേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്.
കൂടുതൽ സമയം സരാൻഷ് ജെയിൻ നെറ്റിനകത്ത് ബോൾ ചെയ്തതായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശ്രീലങ്ക 2 ലെഫ്റ്റ് ഹാൻഡർമാരെ സ്കോഡിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യയെ ചലഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഒരു വീക്ക് പോയിന്റ് അവർക്ക് മനസ്സിലാക്കിക്കൊണ്ട് മേ ബി 2 ലെഫ്റ്റ് ഹാൻഡർമാരെയും കൂടെ അവർ ആഡ് ചെയ്തേക്കാം. അവിടെ ഇന്ത്യ മേ ബി ഒരു ഓഫ് സ്പിന്നറെ കുറിച്ച് ചിന്തിക്കാം, ഒരു ഓഫ് ബ്രേക്ക് ബോളറെ കുറിച്ച് ചിന്തിക്കാം. കുൽദീപ് യാദവ് ആ ഒരു ബെറ്റർ പെർഫോമൻസ് തന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിച്ചത് അത് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. കുൽദീപ് യാദവിൻ്റെ പേസും ഡ്രോപ്പ് ആവുന്നതായിട്ട് കണ്ടു. ഒരു 79-78 സ്പീഡിലൊക്കെ അവിടെ വിക്കറ്റ് എടുക്കുകയെന്ന് വെച്ചാൽ പ്രയാസമാണ്. കുൽദീപ് യാദവിനെ മേ ബി അവിടുത്തെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്ന പ്രകാരം, ഹിന്ദി മീഡിയാസ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുന്ന പ്രകാരം മേ ബി കുൽദീപ് യാദവിന് പകരം സരാൻഷ് ജെയിൻ തൻ്റെ 33-ാമത്തെ വയസ്സിൽ ഡെബ്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിട്ട് അവിടെ കാണുന്നുണ്ടെന്നാണ്. മേ ബി ഇന്ത്യ ഒരു മാച്ചപ്പിന് വേണ്ടി പോയേക്കാം.